അപ്പോൾ എനിക്കൊരു 16 കോടിയുടെ കടമുണ്ട്. 16 കോടിയുടെ കടമുണ്ട്. ഞാൻ ബാംഗ്ലൂർ ആശ്രമത്തിലുണ്ടായ സമയത്ത് അവിടെ ഒരാൾ വന്നായിരുന്നു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അയാളൊരു പ്രോബ്ലം പറഞ്ഞ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രോബ്ലം അല്ല, അയാളൊരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. പൊളിഞ്ഞു ആകെ പ്രശ്നമായിട്ടാണ് അവിടെ ആശ്രമത്തിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എനിക്കൊരു 16 കോടിയുടെ കടമുണ്ട്. 16 കോടിയുടെ കടമുണ്ട്. അപ്പോൾ അതിന് ചെറിയ ഒരു ട്രിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുമാതിരിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെയ്യാൻ പറഞ്ഞു. അവിടുന്ന് എനിക്കൊരു 6 മാസം കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും ഇയാളെ കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, സാറ് വിശ്വസിക്കൂല, ഇപ്പം 5 ലക്ഷം ആയിട്ടുണ്ട് കേട്ടോ അത്. വാസ്തുവാരതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രവും മനുഷ്യ സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്കിന്ന് സംശയ നിവാരണത്തിനായി എത്തിയിട്ടുള്ളത് പ്രശസ്ത വാസ്തു വിദഗ്ധൻ ശ്രീ നിഷാന്ത് തോപ്പിൽ സാറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്തേ. മനുഷ്യ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവനെ ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവനും ഒരു പ്രശ്നം ഉണ്ടാകുന്നു. സാർ വാസ്തുവിനെ പറ്റി നിരവധി കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അതിൽ കന്നിമൂല അങ്ങനെ പല ഏരിയകൾ പറയുന്നുണ്ട്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിൽക്കുന്ന ആൾക്കാർക്കും അതിനെ ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാർക്കും പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് വ്യക്തമാവുന്ന രീതിയിൽ പലപ്പോഴും ഉണ്ടാകുന്ന സംശയം ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഇതൊരു വിശ്വസനീയമായ കാര്യങ്ങളാണോ സംസാരിക്കുന്നത് എന്ന രീതിയിലാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ക്വറീസ് ഉണ്ടാവാറുള്ളത്. ഇതിനൊന്ന് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുന്നത്? ഗുഡ്. ഒന്നാമത് ആരോഗ്യം. അപ്പൊ ആരോഗ്യം ഉണ്ടാകുക കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു സാധനം മാത്രമല്ല, ആരോഗ്യത്തിന് വർക്കൗട്ടാണ് പല കാര്യങ്ങളാണ്. അതിൽ ഒന്ന് മേജർ കിടക്കുന്നത് നമ്മളെ ചുറ്റുപാടുകൾ തന്നെയാണ്, വീട് തന്നെയാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ റോട്ടുമ്മ കിടക്കുന്നവർക്ക് ആരോഗ്യം ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. അവർ വളരെ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവില്ല. യഥാർത്ഥത്തിൽ അവർക്ക് ഏറ്റവും ആരോഗ്യമോ? കാരണം എന്ന് പറഞ്ഞാൽ അവര് കാര്യം എടുത്തു ഇപ്പൊ പറയാ കഷണ്ടി ആയിട്ടുള്ള ഏതെങ്കിലും റോട്ടുമ്മ കിടക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് മുടി പോകില്ല. കാരണം നമ്മളിത് കുളിച്ച സുന്ദരക്കൊട്ടപ്പനായിട്ട് എല്ലാ ദിവസവും ഒരുങ്ങിക്കുമ്പോ കൂടുതൽ ഇതൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതൽ. ഇവിടെ നമുക്ക് വാസ്തുവിൽ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നുണ്ട്. ശരിയാണ്. ഓക്കെ. അപ്പൊ ഈ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ 4 മണിക്കൂർ നമ്മൾ ഡെഡാ. അത് നമുക്ക് നമ്മളെ മേലെ ഒരു കൺട്രോളും ഇല്ല. ശരിയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ കിടക്കുന്ന സ്ഥലവും ചുറ്റുപാടുമായിട്ട് കണക്റ്റഡ് ആവും, സിങ്ക്രണൈസ്ഡ് ആവും. ഇന്നിപ്പോ ഒരു ശാസ്ത്രം നാസയിൽ വരെ ഒരു സംശയം ഉണ്ടായിട്ടുള്ളത് നമ്മൾ മരണശേഷം ഉണ്ടാകുന്ന ഒരു ശരീരത്തിൽ നിന്ന് എന്തോ റിലീവ് ചെയ്ത് പോകുന്നു പഠനം അതുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. അത് ശരിക്കും അത് ഒരു വലിയ വിഷയമാണ്. സെലസ്റ്റൽ ട്രാവലിംഗ് എന്നൊക്കെ പറയും. നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കണ്ട, നമുക്ക് ഈ ബേസിക് ലെവലിൽ നിന്നാൽ മതി. അത് കറക്റ്റാണ് അത്. പക്ഷെ അതായത് നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളും ഉണ്ടാകും. അതായത് ഭൂമി, ജലാകാശം, വായു ഇങ്ങനെയുള്ള സാധനം കൊണ്ടൊക്കെയാണ് നമ്മളെ ഉണ്ടാക്കി. നമ്മളെ ചുറ്റുപാട് വീടും ഉണ്ടാക്കി അതുകൊണ്ടാ. പഞ്ചഭൂതങ്ങൾ തന്നെ. നമ്മളും വീടുമായിട്ടുള്ള വ്യത്യാസം എന്താ? നമുക്ക് സോക്കോൾ ലൈഫ് ഫോഴ്സ് എനർജി ഉണ്ട്, വീട്ടിന് എനർജി ഇല്ല. ഒരു സോൾ നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് സോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇലക്ട്രിസിറ്റിന്ന് എടുക്കാം. ഇലക്ട്രിസിറ്റിന്ന് എടുക്കാം. അപ്പൊ ഒരു ഇലക്ട്രിക് പവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. പക്ഷെ വീട്ടിന് ഇലക്ട്രിസിറ്റി ഇല്ല. ശരിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളെ ഈ ഇലക്ട്രിസിറ്റി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് റെസ്റ്റിംഗ് ടൈമാണ്. ആ സമയത്ത് നമ്മളൊരു ഫീബിൾ കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം സ്വിച്ച് ഓഫ് ആയിരിക്കും. 10 മണി മുതൽ തുടങ്ങും. അപ്പൊ ആ സമയത്ത് നമ്മളെ ശരീരം ചുറ്റുപാടുള്ളതുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം നമ്മളില്ല ആ സമയത്ത്. പേരെന്താ? ഹരി. അപ്പൊ ഹരി എപ്പോഴാണ് ഉണ്ടാകുക? ഞാനിപ്പോ ഉണർന്നിരിക്കുന്നു. അതായത് ബോധം ഉണ്ടെങ്കിലാണ് ഹരി ഉണ്ടാകുക, അല്ലെ? അതായത് ബോധം ഇല്ലെങ്കിൽ ഹരി ഇല്ല. അതായത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഇല്ല. അപ്പൊ ആ സമയത്ത് നമ്മളെ ചുറ്റുപാട് എങ്ങനെയാണോ അതും നമ്മളെ ബോഡിയായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. അപ്പോൾ നമ്മൾ ഈ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളൊരു വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞൊരു സങ്കല്പമൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ സങ്കല്പം ഉണ്ടാക്കിയ തന്നെ ബോഡിയും നമ്മളെ വീടുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ആചാര്യന്മാരെ നമുക്ക് ഏറ്റവും മിനിമലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. അതായത് നമുക്ക് നട്ടെല്ലുള്ളത് പോലെ തന്നെ വീട്ടിന് നട്ടെല്ലുണ്ട്.
ഓക്കെ. അതായത് വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായിട്ട് ഒരു രൂപം കണ്ടിട്ടുണ്ടാവും. അതിന് വാസ്തുപുരുഷൻ എന്ന് പറയും. ഈ വാസ്തുപുരുഷൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കുള്ള അതേ ബോഡി പാർട്ടിനൊക്കെ വീട്ടിനും ഉണ്ട്. ഉണ്ട്. അതായത് ഈ നമ്മൾ സങ്കല്പിക്കുന്ന വീടിനുണ്ട്. ഉണ്ട്. വീടൊരു യാഥാർത്ഥ്യമാണ്. വാസ്തുപുരുഷന്റെ ഒരു സങ്കല്പ. സങ്കല്പം എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ അച്ചുതണ്ട് എന്ന് പറയും. ആരെങ്കിലും അച്ചുതണ്ട് കണ്ടിട്ടുണ്ടോ? അതൊരു നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അത് പറയണേ. അപ്പൊ ഭൂമധ്യരേഖ എന്ന് പറയും. ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ വരയിട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല, ശാസ്ത്രം പറയുന്നു, നമ്മൾ വിശ്വസിക്കും. ആണ്. അതേപോലെ തന്നെ ഇതിലുള്ളൊരിതാണ് കൺസെപ്റ്റുകളാണ് ഇതിലൊന്ന് വാസ്തുപുരുഷൻ. അപ്പൊ വാസ്തുപുരുഷൻ എന്നുള്ള കൺസെപ്റ്റ് വന്ന തന്നെ എന്തിനാണ് വെച്ചാൽ നമ്മളെ ബോഡിയും നമ്മളെ വീടുമായിട്ടൊരു റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വടക്ക് കിഴക്ക് തല വരും. അതായത് വാട്ട് എവർ റിലേറ്റഡ് വിത്ത് ഹെഡ്, തലയായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടോ വടക്ക് കിഴക്ക് നോക്കിയാലാവും. അതായത് നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു ജഡ്ജ്മെന്റ്, ഒരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പവറിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ വീക്ക് ആണെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് അതിപ്പോ ഇതിന്റെ ഭാഷ പറഞ്ഞാൽ യത് പിണ്ടേ തത് ബ്രഹ്മാണ്ടേ എന്ന് പറയും. ഇത് പിണ്ടം എന്ന് പറയും. പിണ്ടം മീൻസ് ബോഡി. ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ചുറ്റുപാട്. അപ്പൊ ഇത് രണ്ടും ഇന്റർലിങ്ക്ഡാ. അപ്പൊ യത് പിണ്ടേ തത് ബ്രഹ്മാണ്ടേ എന്ന് പറഞ്ഞാൽ ഈ പിണ്ടം എങ്ങനെയാണോ അതുപോലത്തെ ഒരു ബ്രഹ്മാണ്ടം സൃഷ്ടിക്കപ്പെടുന്ന. ആസ് ഈസ് ദ മൈക്രോകോസം സോ ഈസ് ദ മാക്രോകോസം. അതായത് ഈ ഒരു സ്ഥൂലം സൂക്ഷ്മം എന്ന് പറയും. ഞാൻ വലിയ വാക്കിൽ പോണ്ടാന്ന് വെച്ചിട്ടാ. അതായത് നമ്മൾ ഈ ബോഡി എങ്ങനെയാണ് അതേമാതിരി തന്നെ ഒരു ചുറ്റുപാടും ഉണ്ടാവും. അപ്പൊ നമുക്ക് കാലുവേദന ഉണ്ടെങ്കിൽ നമ്മളെ കാല്, വാസ്തുപുരുഷന്റെ കാല് വരിക തെക്ക് പടിഞ്ഞാറും മൂലയില. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഈ വാസ്തുപുരുഷനെ നമ്മൾ കണക്കാകുമ്പോൾ നമുക്ക് അതിനൊരു അതിര് വേണം. അപ്പൊ ആ അതിരിന്റെ ഉള്ളിൽ മാത്രമാണ് ഇത് കണക്കാക്കുന്നത്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിന് ഒട്ടാകെ നന്നാക്കാനൊന്നും പറ്റൂല. അപ്പൊ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചതുരം എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഓരോരോ ഓർഡർ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ വാതിൽ അടച്ചിട്ടു, ബെഡ്റൂമിന്റെ വാതിൽ അടച്ചിട്ടു, പിന്നെ നമ്മളെ എഫക്ട് ചെയ്യുന്ന ഈ റൂം മാത്രം. അപ്പൊ ആ റൂമിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റാ. ഉദാഹരണമായിട്ട് പറയുകയാണ് സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത് അഗ്നികോൺ എന്നാ പറയാ. അപ്പൊ അഗ്നികോണിന്റെ ഭാഗത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ സാധനം നമ്മൾ കുടിക്കുമ്പോൾ വെള്ളം വെക്കണ ഒരു ശീലമുണ്ട്. രാത്രി എണീച്ചെടുക്കുക, ഈ വെള്ളം വെക്കണ നമ്മൾ അഗ്നികോണിൽ വെച്ചിട്ടാണ് കിടന്നതെങ്കിൽ ആരോഗ്യം മാത്രമല്ല ധനത്തിന്റെയും പ്രശ്നം വരും. അതായത് ഇപ്പൊ നമ്മുടെ അഗ്നികോണിൽ ഒരു ബാത്റൂം വന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവന് ബാങ്ക് ലോൺ വരും. അതുമാതിരി തന്നെ ഹെൽത്ത് ഡ്യുവൽ പേഴ്സണാലിറ്റി ആയി പോകും. അതായത് വീട്ടിലൊരു സ്വഭാവം, പുറമെ ഉള്ളത് വേറെ ഒരു സ്വഭാവം. അതായത് എന്ന് പറഞ്ഞാൽ ഈ ഹെൽത്ത് എക്സാക്ട്ലി റിലേറ്റഡ് ആണത്. ഇപ്പൊ എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെയല്ലേ കിടക്കുന്നത്. അപ്പൊ നാളെ അതേതില്ല. അപ്പൊ നമ്മളെ ബോഡിയും ചുറ്റുപാടായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ശരീരത്തിലൊരു പ്രശ്നം വന്ന പോലെ തന്നെ ഈ അഗ്നികോണില് ബാത്റൂം വന്നു കഴിഞ്ഞാൽ, അതായത് ആ വാസ്തുപുരുഷന്റെ ഓർഡറിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മളത് ബാധിക്കാൻ തുടങ്ങും. തീർച്ചയായിട്ടും. അതായത് ഒന്നിന് പിണ്ടം എന്ന് പറയും, മറ്റേ ബ്രഹ്മാണ്ടം എന്ന് പറയും. പിണ്ടം എന്ന് പറഞ്ഞാൽ ശരീരം, ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്. അപ്പൊ ഇത് രണ്ടും സിങ്ക്രണൈസ്ഡ് ആണ്. അപ്പൊ ഇതില് പ്രോബ്ലം ഉണ്ടോ, ഇതിലും പ്രോബ്ലം കാണിക്കും. ഇത് ഫ്രീ ആണോ, അതും ഫ്രീ ആവും. ടോട്ടൽ യൂണിവേഴ്സ് ഒരു മിറർ മാതിരിയാണ്, ഒരു റിഫ്ലക്ഷൻ ആക്ച്വലി. അപ്പൊ നമുക്ക് സമൃദ്ധി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ വാസ്തു പറയുന്നത് ആ ഒരു മെത്തേഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇത് ഒരു 18 ഋഷിമാര് കണ്ടെത്തിയ ഒരു സീക്രട്സാ. അതായത് എന്ന് പറഞ്ഞാല് പണ്ടേ പ്രശ്നമുണ്ട്, കാട്ടിൽ ജീവിക്കുമ്പോഴും പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ തലമുറ എത്തിയാലും പ്രശ്നം ഇതൊക്കെ തന്നെയാ. അപ്പൊ ആളുകള്, സാഹചര്യങ്ങള്, പിന്നെ സമൂഹം ഇതൊക്കെ മാറി മാറി വരുന്ന അത്രയേ ഉള്ളൂ. അവർക്കും പ്രശ്നം. അപ്പൊ അവർ ഓൾറെഡി മെഡിറ്റേറ്റ് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കുറെ ഇത്. അതിനിപ്പോ നമ്മള് സന്യാസിമാരെ അംഗീകരിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണമെന്നില്ല. അത് വേറെ പ്രശ്നമാണ്. കാരണം മാനിഫെസ്റ്റേഷൻ വന്നപ്പോഴാണ്, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വന്നപ്പോഴാണ് ഈ ഒരു എനർജിനെ പറ്റി, സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനർജിനെ പറ്റി ആൾക്കാർ കൂടുതലും മനസ്സിലാക്കാൻ തുടങ്ങി. അത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തില് ഈ മെക്കാളെ പ്രഭുവാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയാ. ലോർഡ് മെക്കാളേനെ നിയോഗിച്ചത് ഇന്ത്യൻ ഷുഡ് അഷെയിംഡ് ഓഫ് ദെയർ ഓൺ കൾച്ചർ എന്നാ. ഇന്ത്യക്കാർക്ക് തന്നെ നമ്മളെ സംസ്കാരത്തിനെ കുറിച്ചിട്ട് നാണിക്കണം, ആ രീതിയിൽ ഇവിടുത്തെ സംസ്കാരമാക്കി മാറ്റണം എന്നാക്കിയാണ്. അവരൊരു 200 വർഷം ഭരിച്ചു, അതിലവർ വിജയിച്ചു. ഇപ്പോഴും നമ്മൾ അതിന്റെ ബാക്കി പത്ര. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാണ് സന്യാസികള്, ഋഷിമാര് കണ്ടെത്തി ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സന്യാസി. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഇത് നാളെ ഒരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ, അപ്പൊ റെഡി ആയിരിക്കും. കാരണം ഇംഗ്ലീഷ് ഈസ് ദ ബെസ്റ്റ്. ഇന്ത്യനൊക്കെ ഉള്ള പുവറാണ്, പഴഞ്ചനാണ്. ഇങ്ങനെയൊരു മെന്റൽ ഒരു പിക്ചർ ഉണ്ടാക്കിയെടുത്താണ് അവരതിൽ വിജയിച്ചു. ഇപ്പോഴും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഋഷി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സയന്റിസ്റ്റുകളാണ്.
കാരണം എന്ന് പറഞ്ഞാൽ അവരെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോബ്ലം വന്നു, നമ്മൾ ഫ്രണ്ട്സിനോട് പറയും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും. പക്ഷെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ കണ്ണു അടച്ചിട്ട് അവർ ഇന്നിലേക്ക് പോകും. അപ്പൊ എന്താ, അവിടെ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആവും. പക്ഷെ യൂണിവേഴ്സായി കണക്റ്റഡ് ആകുക എന്ന് പറയുമ്പോൾ അതൊരു അഭൗമമായിട്ടോ അല്ലെങ്കിൽ എന്താണ് തള്ളുകയാണെന്നൊക്കെ ഇപ്പം പറയാം. കാരണം എന്ന് പറഞ്ഞാല് അടപ്രഥമൻ കഴിക്കാത്തവരെടുത്ത് അടപ്രഥമനെ പറഞ്ഞൊരു കാര്യമില്ലല്ലോ. കാരണം ആ ഒരു സാധനം നമ്മളിൽ ലോഗിൻ ആകാത്തത് കൊണ്ട് നമ്മൾ അതൊക്കെ പൊട്ടത്തരാണെന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു ടൈം ആൻഡ് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. 100% ഹെൽത്ത് റെഡിയാണോ, നല്ലൊരു അതെന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ളൊരു ശരീരത്തിലാണ് ഉണ്ടാകുക. ആരോഗ്യമുള്ളൊരു ശരീരം ആരോഗ്യമുള്ള ഒരു ചുറ്റുപാടിലാണ് ഉണ്ടാകുക. വീടിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മളെ ബെഡ്റൂമിൽ നിന്നാണ് തുടങ്ങുന്നത്. ബെഡ്റൂമിൽ നമ്മൾ ആരോഗ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണോ നമ്മളെ ബോഡി അതുമാതിരിയാവും. അപ്പൊ പറയുക ഒരു പൗരൻ ഉണ്ടായി വരിക എന്ന് പറഞ്ഞാൽ നല്ല സംസ്കാരം, നല്ല ശരീരം, നല്ല ആരോഗ്യം, ഇതൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഇത് വരുന്നതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മളെ വീട് തന്നെയാണ്. അപ്പൊ ഇതില് നമുക്ക് ഇപ്പൊ ഈ യോഗേന്റെ ഒക്കെ ഭാഷ പറഞ്ഞ ചക്രാസ് എന്നൊക്കെ പറയും. എക്സാക്ട്ലി ഇതുപോലെ ചക്രങ്ങൾ വീട്ടിലുണ്ട്. അത് മൂലാധാരം, സ്വാധിഷ്ഠാനം എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ വീട്ടിലുണ്ട്. അതായത് എനർജി റിസീവിങ് പോയിന്റ്സ്. പക്ഷേ നമ്മൾ ആ രീതിയിലൊന്നും ചിന്തിക്കാണ്ടും വെറും ചുറ്റളവ് നോക്കലും ആശാരീന്റെ കണക്കും മാത്രമാണ് വാസ്തു എന്ന് വിചാരിക്കണോണ്ടാണ് പ്രോബ്ലം. യഥാർത്ഥത്തിൽ ഇതിന് ഒരുപാട് സാധ്യതകളാണ്. നിലവിലിപ്പോ നിരവധി എന്താ പറയാ ക്ലയൻസ് സാറിന് ഓൾറെഡി ഉണ്ട്. അതായത് ഇതിന് എന്തൊക്കെ തള്ളി പറഞ്ഞാലും ഇതിനെ അംഗീകരിക്കുന്ന വേറൊരു വിഭാഗം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതിൽ ജാതി, മതം അതൊന്നും ബാധകമല്ല. എല്ലാവരും ഇതിനൊരു ശാസ്ത്രമാണെന്നും അതിന്റെ എന്താ പറയാ ഒരു റിസൾട്ട് പിടിച്ചു പറ്റിയ കുറെ ആൾക്കാർ സാറിന് ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ സാറിന്റെ ഒരു അനുഭവം എങ്ങനെയാണ് അതിൽ കൂടുതലും? റിസൾട്ട് എന്ന് പറയുന്നത് നാച്ചുറൽ ഓർഡറിൽ വന്നോ റിസൾട്ട് അവിടെ സംഭവിച്ചിരിക്കും. ഓക്കെ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല പ്രോബ്ലമാണ്. മുന്നേ ഞാൻ പറഞ്ഞ മാതിരി തന്നെ 2 തരത്തിലുള്ള ആളുകളാ വാസ്തു വെക്കുക. ഒന്ന് അടി കിട്ടിയ ആള്, 2 എന്താ പറയുക കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നുന്നത്. അപ്പൊ ഈ സാധാരണ ഓരോ ആൾക്കും ഓരോ പ്രശ്നമാണ്. തൊഴിലില്ല, അതുമാതിരി തന്നെ സാമ്പത്തിക പ്രശ്നം, കടബാധ്യതയാണ്, അല്ലെങ്കിൽ കുട്ടികളില്ല, അല്ലെങ്കിൽ കല്യാണം കഴിയണില്ല, ജോലി ശരിയായില്ല, ഇങ്ങനെ പ്രശ്നമുള്ളവരാണ് വരിക. പിന്നെ പുതിയതായിട്ട് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യണം, കുറച്ചാണ് പുതിയൊരു വീട് എടുക്കുന്നുണ്ട്, കുറച്ചുകൂടി വാസ്തു പ്രകാരമൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ തോന്നുന്നവര്. അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാല് അടി കിട്ടി കഴിഞ്ഞിട്ട് നോക്കണ്ട. അതിന്റെ മുന്നേ തന്നെ ഇങ്ങനെയൊരു സയൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് 100% ട്രൂത്ത്. വിശ്വാസമല്ല അത്. ഇപ്പൊ സൂര്യൻ കിഴക്കുതിക്കുന്നുണ്ട്, എല്ലാ ദിവസവും കാണണ്ടല്ലോ. പക്ഷെ ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ ഉണ്ട് എന്ന് പറയാം. പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, സൂര്യൻ എവിടെയും പോണില്ല, ഭൂമി ചുറ്റുന്നതുകൊണ്ടാണ് അത് കാണുന്നതെന്ന്. അപ്പൊ ഈ 1ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ് വരെ എത്തുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അതേമാതിരിയാണ് ഇപ്പൊ വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ കേരളത്തിൽ വെറും ചുറ്റളവ് മാത്രമാണ് എന്നുള്ള ഒരു 1ാം ക്ലാസ്സിലായിരുന്നു നമ്മള്. ഇപ്പൊ ഇതിൽ നിന്ന് മാറിയിട്ട് ഇതിനിങ്ങനെ ഒരു സ്വാധീനം ഉണ്ട്, അത് ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ കടം വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാര റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ബാംഗ്ലൂർ ആശ്രമത്തിൽ ഉണ്ടായ സമയത്ത് അവിടെ ഒരാൾ വന്നായിരുന്നു. അപ്പൊ അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അയാളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രോബ്ലം അല്ല, അയാളൊരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. പൊളിഞ്ഞു, ആകെ പ്രശ്നമായിട്ടാണ് അവിടെ ആശ്രമത്തിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്താ? അപ്പൊ ഞാൻ അവിടുത്തെ വാസ്തുവൊക്കെ നോക്കുന്ന ആളായിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ എനിക്കൊരു 16 കോടിയുടെ കടമുണ്ട്. 16 കോടിയുടെ കടമുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അത് തന്നെ. അപ്പൊ അതിന് 16 കോടിയുടെ കടമുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം ആ വീട്ടിൽ അതിന്റെ സ്ഥാനത്ത് പ്രോബ്ലം ഉണ്ട് എന്നാ. അപ്പോഴാണ് നമ്മൾ കടക്കാരനാകുക. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും. അപ്പൊ അതിന് ചെറിയ ഒരു ട്രിക്കൊക്കെ ഉണ്ട്. അപ്പൊ അതുമാതിരിയൊക്കെ ചെയ്യാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെയ്യാൻ പറഞ്ഞു. അവിടുന്ന് എനിക്കൊരു 6 മാസം കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും ഇയാളെ കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, സാറ് വിശ്വസിക്കൂല, ഇപ്പൊ 5 ലക്ഷം ആയിട്ടുണ്ട് കേട്ടോ. 5 ലക്ഷം ആയിട്ടുണ്ട്. ഒരു 6 മാസത്തിന്റെ കാലയളവിന്റെ ഉള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. അല്ല പക്ഷെ അത് എനിക്ക് തന്നെ ഒരു ഇതാ, അങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നേ. അപ്പൊ പറഞ്ഞു. പിന്നെ ഒരു ദിവസം അദ്ദേഹം വന്നു, അദ്ദേഹം വൈഫും കുട്ടികളൊക്കെ കൂടി അവിടെ വന്നു, എനിക്കൊരു പ്രസന്റ് ഒക്കെ കൊണ്ട് തന്നു. അല്ല പറയാണ്, ഇത് റിസൾട്ട് ഒരു സംശയം വേണ്ട കിട്ടും. അതെ, ഇപ്പൊ ഈ അടുത്ത റീസെന്റ് ഒരു വീഡിയോ കണ്ടത് അങ്ങനെയാണ്. മാനിഫെസ്റ്റേഷൻ പഠിച്ചു, ഒരു 30 ലക്ഷത്തിന്റെ കടം തീർന്നു പറയുന്ന പോലെ തന്നെ. അല്ല 100%. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്
നമ്മൾ ഉണ്ടല്ലോ എന്താണ് ഈ നോളേജ് തലത്തിലാണ്, ഇതൊരു ഫിസിക്കൽ തലത്തിലാണ്. രണ്ടും കൂടി വേണം. രണ്ടും കൂടി വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് കടമുണ്ട്, ഞാൻ കടം മാറണം എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിലേ മാറുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വീണ്ടും വെച്ചാൽ ഞാൻ കടക്കാരനാണ്, ആ കൂടി വീണു. ഇപ്പൊ ഒരു ഇത് പറയുന്ന കേട്ടില്ലേ, വീഴുന്നല്ല കാര്യം, വീണോടത്തുനിന്ന് എണീക്കണം. ഈ അടുത്തൊരു വീഡിയോ, സെയിൽസിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രശസ്തനായ സെയിൽസ്മാൻ ആണ്, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, പൂവേഴ്സിന്റെ കൂടെ നമ്മൾ ഒരിക്കലും ബിസിനസ് ചെയ്യരുത്. അതായത് മനസ്സിൽ നെഗറ്റീവ് ചിന്തകളുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ കൂട്ടുകൂടരുന്ന് പറയുന്ന പോലെ തന്നെയാണ് അത്, അല്ലേ? ആണ്. അതായത് അതിന് റീസൺ എന്താണെന്ന് വെച്ചാല്, മേടിക്കുന്നവന്റെ കൈ എപ്പോഴും എവിടെയായിരിക്കും? താഴെയായിരിക്കും. കൊടുക്കുന്നവന്റെ കയ്യോ മേലെ. ഇനിയിപ്പോ മേടിച്ചു, ഇവൻ കടം വീട്ടണമെങ്കിൽ എന്താണ് ഈ താഴെന്ന് ഇവൻ മേലെ എത്തണം. അപ്പൊ ഈ ബിസിനസ് ചെയ്യുമ്പോഴും എപ്പോഴും താഴെയുള്ളവരോട് ചെയ്താൽ എന്താ, വീണ്ടും നമ്മൾ താഴേക്കും അവരെ ഹെൽപ്പ് ചെയ്തിട്ട് തന്നെ പോകും. ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അസുരാണ് കേട്ടോ, റിയലി അസുര. അതായത് ലവിന്റെ ഓപ്പോസിറ്റ് ആണ് ബിസിനസ്. ലവില് ഞാൻ എന്താ തരണ്ടേ, എനിക്ക് എന്താ വേണ്ടത്, എന്താ പറഞ്ഞോളൂ പറഞ്ഞ വാരിക്കോരി കൊടുക്കും. പക്ഷെ അങ്ങനെ അതിൽ ബിസിനസ് നടക്കൂല. ബിസിനസ്സിൽ എനിക്ക് എന്താ കിട്ടുക, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പ്രോഫിറ്റ് കിട്ടും. ഇത് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിട്ട് വളരെ കൃത്യമായിട്ടൊരു ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് വർക്ക്ഔട്ട് ചെയ്ത റിസൾട്ട് വരും. സ്ട്രക്ചർ ഉണ്ടാക്കുക. ഇപ്പൊ ഒരു ബിസിനസ് സ്ട്രക്ചർ എങ്ങനെ ഇല്ലാണ്ടാവുമ്പോൾ ആ ബിസിനസ് എങ്ങനെ പരാജയമാവുന്നു, അതുപോലെ തന്നെ വീടിന്റെ സ്ട്രക്ചറും പ്രോപ്പർ ആയില്ല പരാജയത്തിലേക്ക്. അത് ഇതെന്താണെന്ന് അറിയാം, ബിസിനസ് എന്ന് പറഞ്ഞാല് നമ്മളുണ്ട്, ബിസിനസ് സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു 5 എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തിലുള്ള പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തിൽ. അപ്പൊ അതിന് ഇന്ന സ്ഥാനത്ത് ഇന്ന എടുക്കണം സിഇഒ, അതായത് ഇപ്പം പ്രധാന ആള് ഇന്ന സ്ഥലത്ത് ഇരുന്നോളന്നാ. അയാൾ പോയിട്ട് പഠിക്കാതിരിക്കേണ്ടോടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ബിസിനസ് നടക്കൂല. കാരണം എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആള് നോക്കേണ്ടത് എങ്ങനെയാ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാന്നാ. അപ്പൊ ഒരു ചണ്ടി കണ്ടു, അയാൾ പോയി അടിച്ചു വരാൻ നിന്നാലോ, അപ്പൊ അയാളെ മൈൻഡ് വർക്ക് ചെയ്യാൻ അടിച്ചു വരുന്നില്ല. അപ്പൊ ഇയാള് ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് മുകളിലേക്കുള്ള ചിന്ത അയാളെ വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ എവിടെ നിൽക്കാണ്, എവിടെയാണ് നോക്കിയിട്ട് നമുക്ക് വർക്കൗട്ട് ആവണം.